രാഷ്ട്രീയത്തിനകത്തും പുറത്തും വിവാദങ്ങളുടെ സഹയാത്രികയാണ് കങ്കണ റണൌട്ട്. രാജ്യത്തെ കർഷകരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളും ചരിത്രത്തെ പോലും അപ്രസക്തമാക്കും വിധത്തിലുള്ള യമണ്ടൻ മണ്ടത്തരങ്ങളും അവരുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. MP ആയ ശേഷമുള്ള കങ്കണയുടെ അധികാര ധാർഷ്ട്യവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. സഹായം അഭ്യർത്ഥിച്ചു വന്ന വയോധികനോട് കങ്കണ സ്വീകരിച്ച സമീപനമാണ് ഏറ്റവും പുതിയ വിവാദം. ആദ്യം RD എക്സ്ട്രാ. ഹിമാചൽ പ്രദേശിലെ മണ്ടിയിൽ നടന്ന ഒരു പരാതി പരിഹാര യോഗമാണ് വീഡിയോയിൽ. സഹായം തേടി വന്ന ഒരു വയോധികനെ മണ്ടി MP ആയ കങ്കണ തന്റെ മുന്നിൽ നിലത്തിരുത്തിയെന്നും പരാതി തള്ളിക്കളഞ്ഞുവെന്നുമാണ് പരാതി. തന്റെ പ്രശ്നം പരിഹരിച്ച് തരണമെന്ന് വൃദ്ധൻ അപേക്ഷിക്കുമ്പോൾ ഇതൊന്നും തന്റെ പണിയല്ലെന്നാണ് കങ്കണ പറയുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ജോലിയാണ്, മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് എന്തിനാണെന്ന് കങ്കണ ചോദിക്കുന്നു. വൃദ്ധൻ നിലത്തിരുന്ന അപേക്ഷാസ്വരത്തിൽ നിങ്ങൾക്ക് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൂടെയെന്ന് ചോദിക്കുന്നു. കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടാറിനോട് പറയാമെന്ന് ഒഴികഴിവ് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചു വന്നയാളെ കങ്കണ ഒഴിവാക്കുന്നതും കാണാം. മുത്തച്ഛന്റെ പ്രായമുള്ളയാളെ കാൽക്കീഴിൽ നിലത്തിരുത്തിയുള്ള കങ്കണയുടെ പെരുമാറ്റം വിവേകശൂന്യവും ധാർഷ്ട്യവും നിറഞ്ഞതാണെന്നുമാണ് ഉയരുന്ന വിമർശനം. ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തിനൊരു കസേര നൽകാമായിരുന്നുവെന്നും നിരവധി പേർ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ പ്രതികരിച്ചു. MP-മാർക്ക് ബഹുമാനം കിട്ടുന്നില്ലെന്നും ഒരു പഞ്ചായത്ത് അംഗത്തിന് പോലും ഇതിലും അധികാരമുണ്ടെന്നും തന്റെ രാഷ്ട്രീയ ജീവിതത്തെപ്പറ്റി കങ്കണ അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ വീഡിയോ പുറത്തുവന്നത്. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. വിവാദങ്ങളുടെ നിരന്തര സഹയാത്രികയാണ് BJP MP-യും ചലച്ചിത്ര താരവുമായ കങ്കണ റണൌട്ട് എന്ന് നമുക്കറിയാം. കങ്കണ മുമ്പുണ്ടാക്കിയ ചില വിവാദങ്ങളിൽ ചിലതൊക്കെ വേഗമൊന്ന് നമുക്ക് ഓർത്തെടുക്കാം. കർഷക പ്രക്ഷോഭത്തെ ആവർത്തിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു കങ്കണ റണൌട്ട് മുമ്പ്. ബംഗ്ലാദേശിൽ സമാനമായ അരാജകത്വം സൃഷ്ടിക്കാൻ കർഷകർ ശ്രമിച്ചു എന്നായിരുന്നു കർഷക സമരത്തെക്കുറിച്ചുള്ള ആരോപണം. സമരത്തിനിടെ കൊലപാതകങ്ങളും ബലാത്സംഗവും അരങ്ങേറിയെന്നൊക്കെ കങ്കണ റണൌട്ട് പറഞ്ഞു. നായകളുടെ കയ്യിലേക്ക് രാജ്യം പോയാലും കർഷകർക്ക് പ്രശ്നമായിരുന്നില്ലെന്ന് വരെ പരാമർശിച്ചു. സ്ത്രീകൾ 100 രൂപ വാങ്ങി കർഷക സമരത്തിന് പോകുന്നുവെന്നും അധിക്ഷേപിച്ചു. 2020-21 സമരം ചെയ്ത കർഷകരെ കങ്കണ വിളിച്ചത് തീവ്രവാദികൾ എന്നാണ്. 2024 ജൂണിൽ കങ്കണ റണൌട്ടിനെ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ CISF കോൺസ്റ്റബിൾ കരണത്തടിച്ചു. അടിച്ചത് കർഷകർക്കെതിരായ കങ്കണയുടെ 100 രൂപ പരാമർശത്തിൽ പ്രകോപിതയായ CISF ഉദ്യോഗസ്ഥ കുൽവീന്ദർ കൗറാണ്. 2024 ഗാന്ധി ജയന്തി ദിനത്തിൽ പങ്കുവച്ച സാമൂഹിക മാധ്യമ പോസ്റ്റും വിവാദത്തിലായി. രാജ്യത്തിന് രാഷ്ട്രപിതാവില്ല, ഭാരത മാതാവിൻ്റെ പുത്രന്മാരേ ഉള്ളൂ എന്നായിരുന്നു കങ്കണ റണൌട്ട് പറഞ്ഞത്. സ്വാതന്ത്ര്യം തന്നത് നരേന്ദ്രമോദി ആണ് എന്നാണ് കങ്കണ റണൌട്ടിൻ്റെ അഭിപ്രായം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് ഇന്ത്യ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയത് എന്ന് കങ്കണ റണൌട്ട് പറഞ്ഞു വയ്ക്കുന്നു. 1947 ലഭിച്ച സ്വാതന്ത്ര്യം ഭിക്ഷയോ ദാനമോ ആണെന്നും 2021 നവംബറിൽ പരാമർശമുണ്ടായിരുന്നു. ആദ്യ പ്രധാനമന്ത്രി നെഹ്റു അല്ല എന്നും അഭിപ്രായമുണ്ട് കങ്കണ റണൌട്ടിന്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ല, സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്നാണ് കങ്കണ റണൌട്ട് പറയുന്നത്. വിവാദമായതോടെ സ്വാതന്ത്ര്യ സമരത്തിനിടെ 1943 സുഭാഷ് ചന്ദ്രബോസ് പ്രധാനമന്ത്രിയായി സ്വയം പ്രഖ്യാപിച്ചു എന്നാണ് കങ്കണ വിശദീകരിച്ചത്. 2020 സെപ്റ്റംബറിൽ കങ്കണ മുംബൈയെ പാക് അധീന കാശ്മീരുമായി താരതമ്യം ചെയ്തു. ശിവസേന സർക്കാർ ബാന്ദ്രയിലെ കങ്കണയുടെ ബംഗ്ലാവിലെ നിയമവിരുദ്ധ നിർമ്മാണം പൊളിച്ചു മാറ്റിയ ഘട്ടത്തിലായിരുന്നു ഈ പരാമർശമൊക്കെ. പിന്നെ ഇതൊന്നും അല്ല, ഇതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളം കുട്ടി പാകിസ്ഥാനാണ് എന്ന അഭിപ്രായം കങ്കണ റണൌട്ടിനുണ്ട്. കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഇപ്പോൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഇവിടെ വ്യാപകമായി ലവ് ജിഹാദ് നടക്കുന്നു എന്ന അഭിപ്രായമുണ്ട്, തുടർച്ചയായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതിലൊക്കെ കേരളത്തിൽ തന്നെ ചില മാധ്യമങ്ങൾ കങ്കണയെ ഇങ്ങനെ വല്ലാതെ ട്രോൾ ചെയ്യുന്നതിലുള്ള സങ്കടം കൂടി ഞാനിപ്പോൾ നോക്കിയപ്പോൾ വായിച്ചു. അപ്പോൾ അതാണ് അവസ്ഥ. എന്താണ് കങ്കണയെ ഇങ്ങനെ ഇതുപോലുള്ള വ്യക്തികളെ ഈ നിർണായകമായ ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾ കുറേ കൂടി ആലോചിക്കണ്ടേ? ഇതിപ്പോൾ 5 പൈസയുടെ വിവരം കങ്കണ റണൌട്ടിൽ ഇല്ല, രാഷ്ട്രീയ വിവരം എന്നൊരാൾ വന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അയാളെ തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് ഈ പരിപാടിയിൽ ഇപ്പോൾ ഒരു MP പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിന് 5 വയസ്സ് വിവരമില്ലെന്ന് നേരിട്ടൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഞാനിപ്പോൾ വരുമ്പോൾ അതൊന്നുകൂടെ ആ വീഡിയോ ഉണ്ട്. ഭയങ്കര എപ്പോഴും കാണുമ്പോഴും രസകരമായൊരു വീഡിയോ ആണ്. അതായത് നവിക കുമാറുമായിട്ടുള്ള അഭിമുഖത്തിലാണ് അവർ ഇവരിത് പറയുന്നത്. വളരെ ഗൗരവത്തോടെയാണ് നവികകുമാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അത് പറയുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടാണ് ഇവർ കങ്കണ റണൌട്ട് പറയുന്നത്. കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? ഈ രാജ്യം മറ്റുള്ളവർ ചേർന്ന് സമരം നേടിയിട്ടും വാങ്ങിച്ചിട്ട് പിന്നെ ഇവരതിൻ്റെ അധികാരികളായിട്ട് ഇരിക്കില്ല എന്നുള്ളതാണ് അവരുടെ പോയിന്റ്. അപ്പോൾ അവർ പറയാണ്, നോക്കൂ, ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവരും കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം എടുത്തു. സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി വലിയ കഷ്ടപ്പാട് ചെയ്ത് ആദ്യത്തെ പ്രധാനമന്ത്രിയായുള്ള സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോൾ എവിടെയുള്ളത്? എവിടെയുമില്ലല്ലോ. ഇത് ഇവർ വന്നിരിക്കുകയാണ്.
ഇവർക്ക് ജയിലിൽ ടി വിയും കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് പിന്നീട് പ്രധാനമന്ത്രിക്കായി മാറിയത്. അപ്പോൾ നവികാകുമാർ വളരെ സീരിയസ് ആയിട്ട് പറയും, അല്ല അതിപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പിന്നെ പ്രധാനമന്ത്രി ആയിരുന്നില്ലല്ലോ, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നില്ല. വളരെ വിനയത്തോടെയാണ് അവർ പറയുന്നത്. അപ്പോൾ അല്ലേ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ, അപ്പോൾ എന്തുകൊണ്ടാക്കിയില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഞാനവരുടെ സിനിമയൊക്കെ കണ്ടിട്ട് അവരെ നല്ല അഭിനയവും അവരുടെ സിനിമകളൊക്കെ നല്ല രസകരമായിട്ടുള്ള ആളാണ്. ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അവർ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ 10 വർഷക്കാലത്തെ രാഷ്ട്രീയ സംഗതികൾ നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വിഷയത്തിൽ പറഞ്ഞില്ലേ, അതായത് BLOമാർ എത്തിക്കേണ്ടുന്ന പേപ്പർ എത്തിക്കുന്നത് ശുചീകരണ തൊഴിൽ ചെയ്യുന്നൊരു തൊഴിലാളിയാണ്. പിന്നെ അതായത് പൗരത്വ സംഗതിയെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ഉന്നതമായ സംവിധാനങ്ങളാണെന്നിരിക്കെ പക്ഷെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ആളുകൾ റോൾ റിവേഴ്സിലായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയത് ആ കാലത്തെ ഏറ്റവും ബുദ്ധിജീവികളായിട്ടുള്ള ഏറ്റവും ഗംഭീരരായിട്ടുള്ള എല്ലാ മേഖലയിലും വലിയ ധാരണയുള്ള ആളുകളാണല്ലോ ആ കാലത്തെ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത്. ഈ കാലത്തും അത്തരം രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയത്തെക്കുറിച്ചെങ്കിലും നല്ല ധാരണയുള്ള ആളുകളുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആളുകളെ അവരവർക്ക് ഇരിക്കേണ്ടതല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഇത് കണ്ടോ, അതായത് ഒരു MP അവർ പറയുകയാണ് എന്നോട് എന്തിനാണ് പറയുന്നത്, മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ പോരെ എന്നാണ്. അവരൊരു പാർലമെൻറ്റ് അംഗമാണെന്ന് അവിടെ ഇരിക്കുന്ന താഴെ ഇരിക്കുന്ന ആ കൃഷിക്കാരനറിയാം, നിങ്ങളത് ചെന്ന് പറയൂ, പാർലമെൻറ്റിൽ ചെന്ന് പറയൂ എന്ന് പറയുകയാണ്. അപ്പോൾ അതെൻ്റെ പണിയല്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഇതുവരെ ഇത്രയും കാലമായിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ വിവരക്കേട് മുഴുവൻ പറഞ്ഞിട്ടും അവർക്ക് ഞാൻ ഇങ്ങനെ വിവരക്കേട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഒരു വോട്ടറെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് അത് ചില ഘട്ടങ്ങളിലെങ്കിലും ആ ഭാഗത്ത് നിന്ന് വരുന്ന രാഷ്ട്രീയക്കാരുടെ ചിത്രങ്ങൾ അത് കാണാം, ആളുകളെ പ്രജകളായിട്ടാണ് അവർ കാണുന്നത്, അവരിൽ പലരും കാണുന്നതെന്ന് തോന്നലുണ്ടാവും. പക്ഷേ ഇതതിൻ്റെ എക്സ്ട്രീം, ഇത് അവർ രാഷ്ട്രീയത്തിൽ വിരമിക്കുകയാണ് അത്രേ, കാരണം അവർക്ക് വയ്യ ഈ പണി. ഇത് ആളുകളെല്ലാം വന്നിട്ട് എന്നോട് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ കങ്കണ റണൌട്ടിനെ അല്ല കുറ്റം പറയേണ്ടത്. ഹർഷൻ പറഞ്ഞതുപോലെ അവർ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആളുകൾ എന്താണ് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നതെന്ന് നാട്ടുകാർ അവരോട് ചോദിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവർ ആ സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തി ശ്രദ്ധേയമായി. അപ്പോൾ ആ നിലയ്ക്ക് ഇത് നമ്മുടെ ആളാണ് എന്നുള്ള മട്ടിൽ പിടിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അബദ്ധമാണ്. കാരണം അവർ എന്തൊക്കെ പറഞ്ഞാലും എന്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എന്തെല്ലാം രാഷ്ട്രീയമായി വിജയിച്ചു വരാൻ വേണ്ട പല തന്ത്രങ്ങളും അടവുകളും ഒക്കെ പറ്റി പലരും അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവാദിത്വം കാണിക്കും. ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും അവർക്ക് അത് പഠിക്കും. ഇതാണോ ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ആളുകൾ എന്തിനാണ് എന്നോട് വന്നിട്ട് ഈ റോഡിന്റെ പ്രശ്നവും വീടിന്റെ പ്രശ്നവും ഒക്കെ പറയുന്നത്, മനസ്സിലായിട്ടില്ല. അതവർക്ക് മനസ്സിലായിട്ടില്ല. ഇതിനേക്കാൾ അധികാരമാണ് അവരുടെ പ്രശ്നം. എനിക്കൊരു പവറില്ല, ഇത് ഇങ്ങനെയല്ല വേണ്ടത്, എനിക്ക് പവർ വേണം. അത് ഒരു ക്യാബിനറ്റ് അധികാരം എനിക്കില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നമെല്ലാം പരിഹരിച്ചേനെ എന്ന മട്ടിലാണ്. ക്യാബിനറ്റ് അധികാരം ഇല്ല, അതാണ് അവരോട് പോയി പറയൂ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അവരാകെ പറയുന്നത്. കേരളത്തിലെങ്ങാനും ആയിരിക്കണം ഒരു MP ഈ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപൂർവം ചില സമയത്ത് സുരേഷ് ഗോപി ഇതിന് സമാനമായ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ തന്നെ വലിയ വിമർശനം ആ സമയത്ത് തന്നെ ഉണ്ടായി. എന്തായാലും ഇത് പരമ അബദ്ധം ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക, വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ് തുല്യത എന്നത് ഒരു തെറ്റായ സംഗതിയാണ്. തുല്യത എന്ന സംഗതി പാടില്ല, അങ്ങനെ അവകാശപ്പെടുന്നതെല്ലാം മണ്ടന്മാരാണ് എന്നാണ് ഇവരുടെ ഒരു വാദം. ഈ തൊട്ടടുത്ത ദിവസങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട വാദം. വേറൊന്ന്, ജാതി സെൻസസിനെതിരാണ് ഇവർ. അതായത് റിസർവേഷനെതിരാണ്. റിസർവേഷനെതിരെ ശക്തമായി തുടർച്ചയായ പരാമർശങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് സമൂഹത്തിൽ നീതി നടപ്പാകുന്ന ഒന്നിനും അനുകൂലമല്ല ഇവർ എന്തൊക്കെയോ ധരിച്ചു വച്ചിരിക്കുന്നു. അവർക്ക് അധികാരം കുറച്ചുകൂടെ കിട്ടിയാൽ കുറെ കൂടി പരാക്രമം കാണിച്ചേനെ. കിട്ടാതിരുന്നത് ഭാഗ്യം. ക്യാബിനറ്റ് മിനിസ്റ്റർ ഒന്നും ആക്കാൻ തോന്നാതിരുന്നത് കൊണ്ട് രാജ്യം രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. എനിക്ക് തോന്നുന്നത് പക്ഷേ പല പരാമർശങ്ങളും കാണുമ്പോഴേ BJP പ്രവർത്തകർക്ക് തന്നെയും BJP നേതാക്കൾക്ക് തന്നെയും സംഗതി മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ടേം കൂടി ഒന്നും അങ്ങ് പോകില്ല എന്ന് നമ്മൾ എന്ന് തന്നെ വിചാരിക്കും. അവർ തന്നെ നിങ്ങൾ പുറത്തിരുന്നിട്ട് ഈ വിദ്വേഷ പരാമർശമൊക്കെ നടത്തിയിട്ട് ഞങ്ങളെ സഹായിച്ചാൽ മതി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വെള്ളത്തിലെ മീനിനെ പോലെയാകണം ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയക്കാരെന്നൊക്കെയാണ് പറയാറ്. അത്രയേറെ ജൈവ ബന്ധത്തോടെ ജനങ്ങൾക്കിടയിൽ അവരിലൊരാളായി അവർ തന്നെയായി നിൽക്കണമെന്നാണ്. അവിടെ ധാർഷ്ട്യവും ഗർവും കൊണ്ടൊന്നും തിളങ്ങാനാവില്ല. MP ആയി ഇത്രയും കാലത്തിനകത്ത് തന്നെ രാഷ്ട്രീയമോ ജനങ്ങളെ സേവിക്കലോ തനിക്ക് ചേരുന്നതല്ല എന്ന് പല തവണയായി കങ്കണ റണൌട്ട് തെളിയിച്ചു കഴിഞ്ഞു. തനിക്ക് രാഷ്ട്രീയം മടുത്തു എന്ന് കഴിഞ്ഞ ദിവസം കങ്കണ തന്നെ പറഞ്ഞു. മടുത്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഒരു മേഖലയിലും തുടരരുത് എന്നാണ് RDXനും പറയാനുള്ളത്. അവർ വിജയിച്ച, കഴിവ് തെളിയിച്ച സിനിമയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാകും കങ്കണയ്ക്കും അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും സർവോപരി ജനങ്ങൾക്കും നല്ലത് എന്ന് തന്നെയാണ് RDXും കരുതുന്നത്. ഇടവേളയിലേക്ക്.